നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശമാർക്ക് മുൻകൂറായി 3 മാസത്തെ ഓണറേറിയം അനുവദിച്ച് സർക്കാർ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് മുൻകൂറായി അനുവദിച്ചത്. 6 മാസത്തെ തുക മുൻകൂറായി അനുവദിക്കണമെന്നായിരുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ പകുതി തുകയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. NHMന് സർക്കാരിൽ നിന്ന് അനുവദിക്കുന്ന തുക ആശമാർക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. സംസ്ഥാനത്തെ 26,125 ആശാ വർക്കർമാർക്ക് 7,000 രൂപ പ്രതിമാസം കിട്ടുന്ന വിധത്തിലാണ് സർക്കാർ തുക അനുവദിച്ചിട്ടുള്ളത്. അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച സംഭവത്തിൽ പ്രതികരിച്ച് ജയൻ ചേർത്തല. സംഭവം താരങ്ങളെ അപമാനിക്കുന്ന നിലപാട് നടൻ ജയൻ ചേർത്തല പറഞ്ഞു. റീത്ത് നൽകിയത് വലിയ പാഠമാണ്, ഇനിയും മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് അന്നാണ് മനസ്സിലാക്കിയതെന്നും ജയൻ ചേർത്തല അമ്മ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞു. സംഘടനയിലെ അംഗങ്ങൾക്കെതിരെ പീഡനാരോപണം ഉയർന്നപ്പോൾ എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് അച്ഛനില്ലാത്ത അമ്മ എന്നെഴുതിയ റീത്തുമായി ഓഫീസിലെത്തിയത്. അതേസമയം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരും. മത്സരമുണ്ടെങ്കിൽ ഒരു പദവിയും സ്വീകരിക്കില്ല എന്ന് മോഹൻലാൽ നേരത്തെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. 13 വർഷത്തിന് ശേഷം നടൻ ജഗതി ശ്രീകുമാർ യോഗത്തിലെത്തിയതും ശ്രദ്ധേയമായി. ഹരിപ്പാട് പാഴ്സൽ ലോറി തടഞ്ഞ് 3.24 കോടി രൂപ തട്ടിയെടുത്ത കേസ് 2 പ്രതികൾ കസ്റ്റഡിയിൽ. കവർച്ചാ സംഘത്തിലുണ്ടായിരുന്ന ഒരാളും കവർച്ച നടത്താൻ സഹായം ചെയ്ത ഒരാളുമാണ് പിടിയിലായിരിക്കുന്നത്. മറ്റു പ്രതികൾക്കായി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോയമ്പത്തൂരിൽ നിന്നും കൊല്ലത്തേക്ക് പാഴ്സൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന രൂപയായിരുന്നു തട്ടിയെടുത്തത്. 5 ദിവസം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തിരുപ്പൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ്, തിരുകുമരൻ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സുഭാഷ് ചന്ദ്രബോസ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. 25 ലിറ്റർ പാൽ മോഷ്ടിച്ച ജീവനക്കാരൻ പിടിയിൽ. അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽകുമാറാണ് പിടിയിലായത്. ക്ഷേത്ര വിജിലൻസ് ആണ് ഇയാളെ പിടികൂടിയത്. മോഷണം മറച്ചുവെക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട്. കഴിഞ്ഞ മാസം ക്ഷേത്രത്തിൽ 13 പവന്റെ സ്വർണ്ണദണ്ട് കാണാതായിരുന്നു. പിന്നാലെ 2 ദിവസത്തിന് ശേഷം മണലിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണ്ണദണ്ട് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു മോഷണ വിവരം കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറത്തുവരുന്നത്. പഹൽഗാം ഭീകരാക്രമണം. ഭീകരർക്ക് സഹായം നൽകിയ 2 പേർ പിടിയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക വഴിത്തിരിവ്. ആക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം നൽകിയ 2 പേർ NIAയുടെ പിടിയിൽ. പഹൽഗാം സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. ഭീകരരെ കുറിച്ച് നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചതായിട്ട് NIA അറിയിക്കുന്നു. പഹൽഗാം സ്വദേശികളായ പർവേസ് അഹമ്മദ് ജോദർ, ബാഷിർ അഹമ്മദ് ജോദർ എന്നിവരാണ് പിടിയിലായത്. ആക്രമണത്തിന് മുമ്പ് പർവേസും ബാഷിറും ബൈസൺ താഴ്വരയിലെ ഹിൽ പാർക്കിലെ താൽക്കാലിക കുടിലിൽ ഭീകരർക്ക് താമസ സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു. കൂടാതെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഇവർ നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.